iQOO അവരുടെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ കുറച്ച് എന്താ പറയുക കുറച്ച് അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു 10 സീരീസ്, അതായത് നമ്മുടെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് iQOO 10 Pro 5G എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പം ഈ ഒരു മോഡലിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചിപ്സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഒരു iQOO 10 സീരീസ് മോഡൽ ഇറങ്ങുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 200 വാട്ടിൻ്റെ വയേർഡായുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് നമുക്ക് 150 വാട്ട് വരെയാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ iQOO നമ്മുടെ ഈ ഒരു 10 സീരീസ് പുറത്തിറക്കുകയാണെങ്കിൽ നമുക്ക് 200 വാട്ടിൻ്റെ വയേർഡായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായുള്ള രീതിയിൽ ഒരു മോഡലായിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം അവരിങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ഇറങ്ങും എന്നുള്ളത്. പക്ഷേ എന്നാലും അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിവോ ഇതിൻ്റെ ടെക്നോളജിക്ക് വേണ്ടി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വിവോയുടെ ഒരു സബ് ബ്രാൻഡാണല്ലോ iQOO എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 സീരീസിൽ അവർ ഉൾക്കൊള്ളിക്കാൻ ഒരു മാക്സിമം നോക്കുന്നതായിരിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് കുറച്ച് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ iQOO 10 Pro സീരീസിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു iQOO 10 സീരീസിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു 9 സീരീസ് ഉണ്ടല്ലോ, അതായത് iQOO 9 സീരീസിൻ്റെ ഏകദേശം ഒരു ലുക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്കിതിനകത്ത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ അവൈലബിൾ ആണ്. ഓറഞ്ച്, അതുപോലെ ബ്ലാക്ക്, ഓറഞ്ച് ഗ്രേഡിയൻറ്റ്, പിന്നെ ഒരു ബ്ലാക്ക് ഗ്രേഡിയൻറ്റ്, പിന്നെ വരുന്നത് വൈറ്റ്. അതിൽ ഒരു BMW ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ 9 സീരീസിലും ഉണ്ടായിരുന്നു. അപ്പം 9 സീരീസിൽ നമുക്ക് 2 കളറായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഒന്നൊരു ബ്ലാക്ക് കളറും പിന്നെ നമ്മുടെ ഈ ഒരു BMW ഡിസൈൻ വരുന്ന ആ ഒരു വൈറ്റ് കളർ. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ 9 സീരീസിൽ ആ ഒരു ഡിസൈൻ വന്നിരുന്നത്. ഡിസൈൻ നോക്കുമ്പോൾ നമ്മുടെ ആ ക്യാമറ മൊഡ്യൂൾ നേരെ 9 സീരീസിൽ നേരെ താഴത്തേക്കായിരുന്നു. എങ്കിൽ ഈ ഒരു 10 സീരീസിൽ വരുമ്പോൾ നേരെ വെർട്ടിക്കലായിട്ടായിരിക്കും ആ ഒരു മൊഡ്യൂൾ വരുന്നത്. അതായത് ആ ഒരു ക്യാമറ മൊഡ്യൂൾ വരുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും എന്നുള്ളതാണ് 10 സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഡിസൈനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡ് നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. ഇതുവരെയും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ iQOOൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു 10 സീരീസിലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പം എനിക്ക് ഏകദേശം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു ഇമേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. കളറും എനിക്ക് ഏകദേശം ഓക്കെയാണ്. കളറൊക്കെ 3 കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് ഓക്കെയാണ്. പിന്നെ ആ ക്യാമറ സെറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അവർ നേരെ താഴത്തേക്കുള്ളത് നേരെ വെർട്ടിക്കലാക്കിയിട്ടുണ്ട്. അത് കുറച്ച് എന്താ പറയുക ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഓക്കെയാണ്. ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 6.78 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 2K LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ ഒരു LTPO ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റിഫ്രഷ് റേറ്റിൽ വേരിയബിൾ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് തരാൻ വേണ്ടിയാണ് ഈ ഒരു LTPO ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ 1 Hz തൊട്ട് നമുക്ക് 120 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് നമ്മുടെ ആ ഒരു പർപ്പസിനനുസരിച്ച്, അതായത് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് തരും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ ആ ഒരു യൂസേജിങ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്ന ആ പവർ കുറയ്ക്കാൻ വേണ്ടിയാണ് LTPO ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസ്പ്ലേ ഏകദേശം നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന സെൻസർ എന്ന് പറയുന്നത് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേയും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 10 സീരീസിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് ചിപ്സെറ്റിൽ യാതൊരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ചിപ്സെറ്റ് വന്നിരിക്കുന്നത് Qualcomm Snapdragon 8 Gen 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് iQOO C5 ആണ്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ്. അപ്പം ഈ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഹീറ്റ് ആവും. കാരണം വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യണം. അതായത് ഇതിൻ്റെ മാക്സിമം കാര്യങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ആ ഒരു 60 FPS അതുപോലെ ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഒരു ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. പക്ഷേ നമ്മൾ ഗെയിം ഹൈ ലെവലിൽ അല്ലെങ്കിൽ ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ടാവുള്ളൂ. അത് പക്ഷേ നമുക്ക് അത്രയും പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സമയത്തുള്ള നമ്മുടെ കയ്യിലെ ഒരു ടെമ്പറേച്ചറും ഉണ്ട്, അല്ലെങ്കിൽ ഫോണിലെ ചെറിയ ടെമ്പറേച്ചറും ഉണ്ട്. അതുകൊണ്ടാകുമ്പോൾ ചെറിയ രീതിയിലുള്ള
ആ ഒരു ഹീറ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, മറിച്ച് നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ആ ഒരു സ്മാർട്ട് ഫോണിൽ വരും. ഇപ്പം ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും നിങ്ങൾ ക്യാമറ കുറേ നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഹീറ്റിംഗ് വരും. അപ്പോൾ അതൊരു ചിപ്സെറ്റിൻ്റെ പോരായ്മയെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ചിപ്സെറ്റ് മാക്സിമം അതിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹീറ്റിംഗ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റിൽ അത്രയും ഉള്ളൊരു ഹീറ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളും ആ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 8 Gen 1 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള 8 GB റാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ബേസ് മോഡൽ വരുന്നത്. 6 GB ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതുപോലെ നമുക്ക് റാം ടൈപ്പ് വരുന്നത് LPDDR5 ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 3.1 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ബേസ് മോഡലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് 256 GB ആണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 MB ഒരു വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് 60 MB അതായത് 16 MB ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറയുന്നത് 50 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p and 30 FPS എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റിൻ്റെ നമുക്ക് 4K ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവർ മിസ്സായി പോയതാണെന്ന് തോന്നുന്നു. ആ ഒരു ലീക്ക് പുറത്തുവിട്ട സമയത്ത് നമുക്ക് ചിലപ്പം 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ആ ചിപ്സെറ്റ് അത്രയും നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് 4K ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ചിപ്സെറ്റാണ്. അപ്പം 4K and 30 FPS നമുക്ക് വരുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ എൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p and 30 FPS ആണ്. അപ്പം അതിൽ 4K വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ കൺഫേം ആക്കാൻ പറ്റില്ല. അപ്പോൾ 1080p ആണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു 10 സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ബാക്കി ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ നോക്കാമെന്നുള്ളൂ. ഇപ്പോൾ 4K കൂടെ വരുവാണെങ്കിൽ അടിപൊളിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 4700 mAh ആണ് ഇതിനകത്ത് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത്. ഇതിനകത്ത് 5000 mAh കൊണ്ടുവരാമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5000 mAh ആണ് എനിക്ക് പാകാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന ഒരു 5000 mAh ആണ്. അതുപോലെ നമുക്കിതിനകത്ത് വരുന്ന ചാർജിങ് സെറ്റപ്പ്, അതായത് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിനകത്ത് വൈഡായിട്ട് 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും വരുന്നത്. അഥവാ ഈ ഒരു 10 സീരീസിൽ കൊണ്ടുവരികയാണെങ്കിൽ 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും വരുന്നത്. അതുപോലെ വയർലെസ് ആയിട്ടുള്ള ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് 65 വാട്ടിൻ്റെ വയർലെസ് ആയിട്ടുള്ള ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് 10 സീരീസിൽ വരുന്നത്. ഇനിയുള്ളതെന്ന് പറയുന്നത് 9 സീരീസിലെ കുറച്ച് ചാർജിങ് കാര്യങ്ങളാണ്. അത് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് 9 സീരീസിൽ വന്നിരുന്നത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരുന്നത്. അപ്പം ഈ ഒരു 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും 50% ചാർജ് ആവാനായിട്ട് നമുക്ക് 5 മിനിറ്റ് 6 മിനിറ്റ് അടുത്ത് വേണമായിരുന്നു. അതുപോലെ ഫുൾ ചാർജ് ആവാനായിട്ട് നമുക്ക് 18 മിനിറ്റ് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ ഒരു iQOO 10 സീരീസിലേക്ക് ഈ ഒരു 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുവാണെങ്കിൽ, വൈഡായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് വരുവാണെങ്കിൽ നമുക്ക് 50 മിനിറ്റ് ചാർജ് ആവാനായിട്ട് ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ അത്രയും മതിയാവുമായിരിക്കുള്ളൂ. കാരണം വെച്ചാൽ 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഫുൾ ശതമാനം ചാർജ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ എടുക്കുള്ളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒരു ഊഹം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു iQOO 10 സീരീസിൽ 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുവാണെങ്കിൽ, വൈഡായുള്ള ഫാസ്റ്റ് ചാർജിങ് വരുവാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക കണ്ടുപിടുത്തം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എൻ്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സിം സപ്പോർട്ടറാണ്. അതുപോലെ 5G ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് NFC ഇതിനകത്ത് സപ്പോർട്ടറായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി നമ്മളതിൻ്റെ മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 9 സീരീസ് എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു 10 സീരീസ് വരുമ്പോഴും അവർ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്പീക്കറിന് ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്ന ശേഷം സ്പീക്കറിലുകൊണ്ട് ഉടക്കില്ല എന്ന് വിചാരിക്കുന്നു, അത് നശിപ്പിക്കില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹെഡ്സെറ്റ്, അതായത് കുത്താനുള്ള പോർട്ട് 3.5mm ആ ഒരു പോർട്ട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് പകരം C ടൈപ്പ് ആയിരിക്കും വരുന്നത്. C ടൈപ്പ് കണക്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് നമ്മൾ കേൾക്കേണ്ടി വരും, പാട്ട് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പം ഇറങ്ങുന്ന പല സ്മാർട്ട് ഫോണുകളിലും നമുക്ക് വരുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്ന വെർഷൻ എന്ന് പറയുന്നത് 11 ആണ്. പക്ഷേ iQOO അങ്ങനല്ല. iQOO എന്ന് പറയുന്നത് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് കൊണ്ടുവരുന്നത്. നല്ലൊരു കാര്യമാണ് iQOO ചെയ്യുന്നത്. എല്ലാ സ്മാർട്ട് ഫോണുകളിലും അവർ മാക്സിമം അവരുടെ പുതിയ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ടച്ച് OS അതിൻ്റെ ന്യൂ വേർഷൻ തന്നെയാണ് ഈ ഒരു മോഡലിന് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് വേർഷൻ ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം ഈ ഒരു രീതിയിലാണ് iQOO 10 Pro 5G
നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 41 രൂപ അടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ വരും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ, പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനെ പല വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.